കുഞ്ഞുങ്ങളെ പ്രധാനമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു 6 ലൈഫ് സ്കിൽസ്. ഓക്കെ, അക്കാഡമിക്സ് മാത്രമല്ല, കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല, ലൈഫ് സ്കിൽ പ്ലേസ് എ മേജർ റോൾ ഇൻ എ ചൈൽഡ്സ് ലൈഫ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1, റെസ്പെക്റ്റ് എൽഡേഴ്സ്. വീട്ടിൽ വരുന്നതാണെങ്കിലും അതേപോലെ തന്നെ വെളിയിൽ നീ പോവുകയാണെങ്കിലും നിൻ്റെ വീട്ടിലെ ഒരാളെ കാണുന്ന അതേ റെസ്പെക്റ്റും അതേ വാല്യൂവും നീ വെളിയിലുള്ള ഒരാൾക്കും കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൈൻഡ്നെസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 ജെസ്റ്റർ ലൈക്ക് സേയിങ് പ്ലീസ്, സേയിങ് താങ്ക് യു, മേ ഐ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. സോറി, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യണമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയും അത് ഇംബൈബ് ചെയ്യും, നമ്മളെപ്പോലെ തന്നെ അത് മോക്ക് ചെയ്യും. അപ്പോൾ ഈ റെസ്പെക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടിൽ വരുമ്പം ടി വി ഓഫ് ചെയ്യുക. ഈ പറയുന്ന ആൾക്കാരടുത്ത് ഈ പ്രായം തൊട്ടേ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഈ ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് നിർത്തുക. റെസ്പെക്റ്റിംഗ് പ്ലേസ് എ മേജർ റോൾ. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുമ്പോൾ അതിഥി ദേവോഭവ അല്ലേ. അപ്പോൾ അത് കുട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മൾ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാണ്ട് നമ്മൾ സംസാരിക്കുന്ന കാണുമ്പോൾ കുട്ടിക്കും മനസ്സിലാവും, ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ് പ്ലേസ് എ മേജർ റോൾ. നമ്പർ 2, സ്പീക്കിംഗ് ട്രൂത്ത് ടു പാരൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ആംബിയൻസ് നമ്മൾ കൊടുക്കണേ. എന്തെങ്കിലും ഒരു കുഞ്ഞു കള്ളത്തരം കാണിക്കുവാണെങ്കിലും ഭയപ്പെടുത്താതെ, ഭീഷണിപ്പെടുത്താതെ, ഒരുപാട് അങ്ങ് അടിക്കാതെ ഒക്കെ ഒരു ഫ്രണ്ട്ലി ആവണമെന്നല്ല. കഴിഞ്ഞ ദിവസം ഒരു പാരൻറ്റ് വന്നിട്ട് ചോദിച്ചു എപ്പോഴും അങ്ങ് ഫ്രണ്ട്ലി ആവണമെന്നല്ലാണോ? അല്ല, നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് അമിതമായിട്ട് അങ്ങ് ഫിസിക്കലി അടിക്കുകയും ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് വരത്തില്ല. വേണ്ടതിൻ്റെ ഒരു കൺട്രോൾ നിങ്ങൾ എവിടെയാണ് വെക്കേണ്ടത്, എവിടെയാണ് ഫ്രണ്ട്ലി ആവേണ്ടത്, എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കാണുമല്ലോ അല്ലേ. വി ആർ ഓൾ ഹ്യൂമൻസ്, വി ഹാവ് നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ. ആ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി വളരെ ലൈഫ് സ്കില്ലിൽ വൺ ഓഫ് ദ മേജർ ക്വാളിറ്റീസ് ആണ് ട്രൂത്ത്ഫുൾനെസ്. അപ്പോൾ അത് വീട്ടിൽ നിന്നേ നമ്മൾ ആ ഒരു ആംബിയൻസ് കൊടുക്കുമ്പോൾ, നമ്മൾ അമിതമായിട്ട് കള്ളത്തരം പറയാണ്ട് നമ്മൾ ജെന്യുവനായിട്ട് നിൽക്കുമ്പോൾ കുഞ്ഞ് ഇത് തന്നെ കണ്ടുപഠിച്ച് വളരും. ഓക്കെ, ആ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാര്യം കുഞ്ഞിൻ്റെ ക്വാളിറ്റി കുഞ്ഞിൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും അത് നമ്മളോട് ധൈര്യമായിട്ട് വന്ന് പറയാൻ, ഇനി ഭാവിയിലാണെങ്കിലും എന്തെങ്കിലും വന്നാൽ തന്നെ നമ്മളോട് വന്ന് ധൈര്യമായിട്ട് പറയണ്ടേ. ഈ കുഞ്ഞ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്പം തന്നെയാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈസിയാണ്. കുറച്ചും കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ടീനേജിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് പാടില്ല. ഇപ്പോഴേ നിങ്ങൾ ആ ഒരു ക്വാളിറ്റി കുഞ്ഞിൽ ഇംബൈബ് ചെയ്താൽ പിന്നീട് അങ്ങോട്ട്, കഴിഞ്ഞ ഒരു ബുക്കിൽ ഞാൻ വായിച്ചാണ്, കുഞ്ഞിലേ നമ്മൾ ആ ഒരു കൺട്രോളിൽ പോവുകയാണെങ്കിൽ, മനസ്സിലായോ? ഇപ്പോൾ പാരൻറ്റിങ് ആണെങ്കിലും ഒരുപാട് ഫ്രണ്ട്ലി ആവാതെ, ഒരുപാട് കെയറിങ് സ്ട്രിക്റ്റ് ആവാതെ മിതമായിട്ട് പോയാൽ ടീനേജ് നമുക്ക് ഈസി ആയിരിക്കും എന്ന് പറയും. ആദ്യമേ നമ്മൾ കയറി ഭയങ്കര ഫ്രണ്ട്ലി ആയ ടീനേജ് പാടാണ്, ഭയങ്കരമായിട്ട് നമ്മളങ്ങ് സ്ട്രിക്റ്റ് ആയ അവിടെയും ടീനേജ് പാടാണ്. ഗോട്ട് ഇറ്റ്? സോ ട്രൂത്ത്ഫുൾനെസ് വളരെ ഇംബൈബ് ചെയ്യേണ്ട ഒരു ലൈഫ് സ്കില്ലാണ്. നമ്പർ 3, ഹെൽപ്പിംഗ് അതേഴ്സ്. അയ്യോ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് എംപതൈസിങ് ഫാക്ടർ നമ്മൾ കുഞ്ഞിൽ ബിൽഡപ്പ് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കുഞ്ഞിലേ തന്നെ നിങ്ങൾ ആ ഒരു എംപതൈസിങ്, മറ്റുള്ളവരുടെ അടുത്ത് ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫർ ചെയ്യുന്നതിന്, നമ്മൾ ഒരുപാട് പേരെ സഹായിക്കുന്ന കാണുമ്പോൾ, ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ കുഞ്ഞിത് നോക്കും. അത് തന്നെ കുട്ടി മോക്ക് ചെയ്യും. ആ ഒരു ഹെൽപ്പിംഗ് എന്നുള്ളൊരു ക്വാളിറ്റി, ഗ്രേറ്റ്ഫുൾനെസ്, ഹെൽപ്പിംഗ്, ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞിലേ ഇംബൈബ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈഫ് ലെസൺസ് യു ക്യാൻ ടീച്ച് ഹിം ഓർ ഹർ. നമ്പർ 4, ബേസിക് ആയിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുഞ്ഞേജ് മുതലേ അത് തന്നെത്താനെ ചെയ്യാനായിട്ട് നിങ്ങൾ ശീലിപ്പിക്കുക. ഇപ്പം ഷീറ്റ് മടക്കി വെക്കുന്നതിലാണെങ്കിലും തുണി അടുക്കി വെക്കുന്നതിലാണെങ്കിലും നമുക്ക് വേണം. പക്ഷെ അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുമ്പോൾ, എൻ്റെ അവിടെ ആണെങ്കിൽ ഈ 2 ഭയങ്കര ഉഴപ്പാണ്. പക്ഷെ എന്നാലും സൺഡേ ഒക്കെ ഉള്ള ഒരു ടൈം ആകുമ്പോൾ ഞാൻ ഇവരെ കൊണ്ട് തന്നെ അത് കൊണ്ട് തന്നെത്താനെ ഇടണം, പാത്രങ്ങൾ തന്നെത്താനെ കഴുകണം. ഇങ്ങനെയൊക്കെ ശരിയാണ്. കുറച്ചൊക്കെ അവർ ചെയ്യും, കുറച്ചൊക്കെ അവർ ചെയ്യത്തില്ല. ഓക്കെ, ഡൺ. ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. വി ഷുഡ് ഓൾവേസ് ആസ്ക് ദം ടു ഡു ഇറ്റ് അലോൺ. ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നമ്മൾ കുഞ്ഞുനാളിലേ ശീലിപ്പിച്ചാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദം ഇൻ ദിയർ ഫ്യൂച്ചർ. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഹെൽപ്പ് ദം ടു അഡ്മിറ്റ് ദെയർ മിസ്റ്റേക്സ്. അതായത് ഈഗോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈഗോ ഇല്ലേ? ഉണ്ടോ? അഡ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു മനസ്സ് വരുത്താൻ നമ്മൾ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യണം. വിച്ച് മീൻസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്യുകയാണ്, നമ്മളവിടെ ഞാൻ എൻ്റെ തെറ്റല്ല, നീയാണത് ചെയ്തത്, അവനെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്താതെ നമ്മൾ പോയി ഐ എം റിയലി സോറി ഡിയർ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോറി. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും വേറൊരാളുടെ അടുത്തും ഞാൻ സോറി പറയണം. ഞാൻ അവിടെ കയറി എന്നെ ന്യായീകരിച്ച് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുമല്ല വേണ്ടത്. മനസ്സിലായോ? അപ്പം നമ്മളത് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കണം. ദിസ് ഈസ് റിയലി ഹെൽപ്ഫുൾ. എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഈഗോ കുഞ്ഞിനടിക്കത്തില്ല. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ, ഐ എം റിയലി സോറി കേട്ടോ എന്ന് പറയാനുള്ള ഒരു സ്റ്റാൻഡ് കുഞ്ഞിന് വരണമെങ്കിൽ അത് വീട്ടിൽ നമ്മൾ വേണം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് 1, കൺട്രോളിങ് ആങ്കർ. അയ്യോ, ഇത് വലിയൊരു കാര്യമാണ്. കൊച്ചു കുട്ടികൾക്കാണെങ്കിലും വലിയ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ആങ്കർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇറ്റ് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്സ് ഫ്രം ഹോം. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി അറിയാം. നമ്മൾ കാണിക്കുന്ന കൊച്ചു കാര്യങ്ങൾ, ഈവൻ നമ്മൾ കൈയും കാലും വെച്ച് കാണിക്കുന്നതോ മുഖത്ത് വെച്ച് കാണിക്കുന്നതൊക്കെയാണ് കുഞ്ഞ് മോക്ക് ചെയ്യുന്നത്. അപ്പം
കൺട്രോൾ ചെയ്യാൻ ആ കുഞ്ഞിനോട് നമ്മൾ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറയണമെങ്കിൽ നമ്മൾ ആങ്കർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ചെറുതായിട്ടുള്ള ഒരു ജേർണലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ദേഷ്യം വരുമ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കുന്നതോ നടക്കുന്നതോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ബ്രീത് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഓൾസോ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ആ ഒരു കൺട്രോളിങ് ആങ്കറാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അല്ലേ. നമ്മുടെ ആ ഒരു വാക്കുകളാണെങ്കിലും നമ്മുടെ ഡീഡ്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കൺട്രോൾ ചെയ്യാതെ അങ്ങ് മിണ്ടാണ്ടിരിക്കണം എന്നുള്ളത്. വി ആർ ഹ്യൂമൻസ്, വി ഓൾ ഹാവ് ആർ പ്രോബ്ലംസ്. പക്ഷേ അതിനെ എങ്ങനെ മിതമായിട്ട് നമ്മളതിന് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു തവണ ഈ ആങ്കറിൻ്റെ ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിനകത്ത് ഈ അസർട്ടീവ് ആങ്കറിനെ പറ്റി പറഞ്ഞില്ലേ, കൺട്രോൾഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെയാവും സ്കൂളിലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും അതേപോലെ നാളെ ആണെങ്കിൽ പാർട്ട്ണറുടെ അടുത്തൊക്കെ ഇത്തിരി പോകുന്ന ഈ ഒരു ഏജിൽ നമ്മൾ കൊണ്ട് കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ലൈഫിൽ മുഴുവനേ ബിൽഡപ്പ് ആവുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഹെൽപ്പ് ദം ടു ബിൽഡ് ദാറ്റ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആകുമ്പം കുട്ടിയും ഓട്ടോമാറ്റിക്കലി സ്ക്രീനിലെ അഡിക്ഷനിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാവരോടും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അറ്റ്ലീസ്റ്റ് ഒരു 1-1.5 hours ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആകുമ്പം ത്രൂ എക്സസൈസസ് ഓർ ജിം ഓർ യോഗ ഓർ മൈൻഡ്ഫുൾനെസ് വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മളത് ആക്റ്റീവ് ആകുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡ്രൈവ് കുഞ്ഞിനും കയറും. ഇപ്പോൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ സ്പോർട്സിൽ ഇറ്റ്സ് സോ നൈസ്, ഇറ്റ്സ് സോ റിലാക്സിങ്. അപ്പോൾ ഫാദേഴ്സ് അങ്ങനെ പോകുന്നത് കാണുമ്പോൾ കുട്ടികളും ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാക്കിലേക്ക് ആയിക്കോളും. റിമെമ്പർ.